മാനേജ്മെൻറ്റ് ഒരു വിധി നേടിയെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചുവിട്ട ഒഴിവുകൾ ഉണ്ടെങ്കിൽ അത്തരം ഒഴിവുകളിൽ ഭിന്നശേഷിക്കാരും വന്നില്ലെങ്കിലും അവരുടെ നിയമനങ്ങൾ ബാക്കിയുള്ളവരുടെ നിയമനങ്ങൾ അംഗീകരിക്കാമെന്നുള്ളതാണ് NSS നേടിയെടുത്ത ഈ വിധി. അത് മറ്റുള്ളവർക്കും ബാധകമാക്കണം, മറ്റ് വ്യക്തിഗത മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കണം എന്നുള്ള ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രൊവിഷണലായിട്ട് അംഗീകരിക്കപ്പെട്ടവർക്കും ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവർക്കും അംഗീകരിക്കപ്പെട്ടവർക്കുള്ള അവകാശങ്ങളും പലതും വെച്ച് കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ അധ്യാപക മേഖല ഒരു അരക്ഷിതാവസ്ഥയിലാണ്. ഇത് അരക്ഷിതാവസ്ഥയിലായതുകൊണ്ട് തന്നെ അത്തരം സ്കൂളുകളും ഒരു വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആത്യന്തികമായി ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികളെ ഓർക്കാതെയാണ് പലപ്പോഴും ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. സംരക്ഷിത അധ്യാപകനെ നിയമിക്കേണ്ടതാണെങ്കിൽ അധ്യാപക ബാങ്കിൽ നിന്നാണ് നിയമിക്കേണ്ടത്. അധ്യാപക ബാങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അധ്യാപകന് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ 14-15 മുന്നേ ഉള്ള ആളാണെങ്കിൽ സംരക്ഷണം കിട്ടും, അതിനുശേഷം സംരക്ഷണം ഇല്ല. സംരക്ഷണം ലഭിക്കുന്ന അധ്യാപകരുടെ തസ്തിക ഒരു സ്കൂളിൽ നഷ്ടപ്പെട്ടാൽ അവരെ ഒരു ബാങ്കിലേക്ക് കൊണ്ടുവരുമെന്നും ആ ബാങ്കിൽ നിന്ന് മാനേജർക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കാമെന്നും അതിന് DD അനുവാദം തന്നാൽ നിയമന അംഗീകാരവും ബാക്കിയൊക്കെ നടക്കുമെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ മാനേജർമാർക്ക് നിയമിക്കാനുള്ള അധ്യാപക ബാങ്ക് പോലും കേരളത്തിലെ ഒരു ജില്ലയിലും നടപ്പായിട്ടില്ല. 2016 ഈ ഉത്തരവ് വന്നിട്ടും ഇതുവരെയും അധ്യാപക ബാങ്കിൽ ആളില്ലാത്ത അവസ്ഥയിലാണ്, മാനേജർമാർക്ക് ആളെ കിട്ടാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സംരക്ഷിത അധ്യാപകരെ നിയമിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സംരക്ഷിത അധ്യാപകരെ നിയമിക്കാത്തത് കൊണ്ട് അധ്യാപകരുടെ അംഗീകാരം തടസ്സപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് മാനേജർമാർ സമരരംഗത്തേക്ക് പുറപ്പെടുന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലെ 15 ഉപജില്ലകളിലും പഠന ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, മറ്റ് സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തുന്നു. ഒപ്പം ഈ നവംബർ 7 ജില്ലാതലത്തിൽ DD ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ധർണയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെയൊക്കെ സഹകരണവും അതിൻ്റെ പബ്ലിസിറ്റിക്ക് നിങ്ങളുടെയൊക്കെ ഒരു സഹായം. ഈ ഒക്ടോബർ 20 ബ്രോഡ്ബി ക്ലാസ് നടക്കും, പഠന ക്ലാസ് നടക്കും. ആ പഠന ക്ലാസ്സും ഒപ്പം നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ, എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ, എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറയെ സമ്മാനങ്ങളും, കൂടാതെ കലക്കൻ ക്യാഷ് ബാക്ക് ഓഫർ. വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, നിയർ സിറ്റി സെന്റർ, മെയിൻ റോഡ്, ഇരിട്ടി. Also at Kanyanad, Payyannur, Kannur and Mele Pattambi.